സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പട്ടാമ്പി, തൃത്താല, കൂറ്റനാട് തുടങ്ങി 20ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA പരിശോധന നടത്തി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലും NIA കേസുകളിലും ഒളിവിൽ കഴിയുന്ന പ്രതികളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഈ പരിശോധന. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, NIAയുടെ പരിശോധനാ വിവരങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത്, ഇന്ന് രാവിലെ മുതൽ പോപ്പുലർ ഫ്രണ്ടിന്റെ 20 കേന്ദ്രങ്ങളിലാണ് NIA പരിശോധന നടന്നത്. കൊച്ചി, തൃശൂർ, പാലക്കാട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പരിശോധന. അതേസമയം കൊച്ചിയിലെ പരിശോധന ഏതാണ്ട് പൂർത്തിയായിരുന്നു, രാവിലെ തന്നെ പൂർത്തിയായിരുന്നു. അതേസമയം പാലക്കാട് പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് പരിശോധനകൾ തുടരുന്നത്. പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുമുള്ള കേസുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരിശോധന തുടരുന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവരെ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ പലയിടത്തും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലായിട്ട് പരിശോധന നടക്കുന്നുണ്ട്. നിരോധിത സംഘടന എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ രഹസ്യമായുള്ള ഇത്തരം കൂടിച്ചേരലുകളും ഇത്തരം പ്രവർത്തനങ്ങളും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധനകൾ തുടരുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിലെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. രാവിലെ മുതലാണ് പരിശോധന തുടങ്ങിയത്. ഒരു 9:30യോടുകൂടി കൊച്ചിയിൽ നടന്ന പരിശോധന പൂർത്തിയായിരുന്നു. അതുപോലെ തൃശ്ശൂരും പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ പാലക്കാടത്തെ പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 കേന്ദ്രങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കാര്യങ്ങൾ. ഒന്ന്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIAയുടെ അടിയന്തര പരിശോധന എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെക്കുറിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധന നടന്നു വരുന്നുണ്ട്. സജിത്, NIAയുടെ സുപ്രധാനമായ പരിശോധനയാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലാണ് NIA പരിശോധന നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.